പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുതിരുപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ മുതിര ഒരു ചീനച്ചട്ടിയിൽ എടുത്തിട്ട് ഒന്ന് വറുക്കണം. ചെറിയ തീയിലിട്ട് നന്നായി ഇങ്ങനെ കുറച്ച് 2 മിനിറ്റോളം പിടിക്കും. വറുത്ത് വരുമ്പോൾ കുറച്ചിങ്ങനെ മുതിരൊക്കെ പൊട്ടണ സൗണ്ട് കേൾക്കാം. അപ്പം നമ്മൾ ഓഫ് ചെയ്യാം. ഭയങ്കരമായിട്ട് മുരിച്ചിൽ അധികം വേണ്ട, പാകത്തിനായിട്ട് പൊട്ടണതൊന്ന് ചെയ്യുമ്പോൾ തരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു പാത്രത്തേക്ക് മുരിഞ്ഞ മുതിരനെ വറുത്തതിന് ശേഷം ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങനെ നല്ലതാണ് കേട്ടോ. കല്ലൊക്കെ ഉണ്ടാവും, ചെറിയ ഇങ്ങനെ കല്ലും ഈ മണ്ണിൻ്റെ അംശങ്ങൾ പോലത്തെ അടിയിൽ ഊറും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി ആഞ്ഞ് വാരിയിട്ടാൽ മതി എങ്ങനെയായാലും. എന്നിട്ടത് കഴുകിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് മുതിര അതിലേക്ക് ഇടുക, കുറച്ച് പാകത്തിന് വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. 2-3-4 വിസിലൊക്കെ കഴിയുമ്പോൾ പാകത്തിനാവും. എന്നിട്ട് നമുക്കത് കാച്ചാൻ വയ്ക്കാം, മുതിര കാച്ചാൻ വയ്ക്കാം. മുതിര ഇവിടെയൊക്കെ ഇങ്ങനെ പൊടി കാച്ചും, മുളക് പൊടി മാത്രമേ ഇടുള്ളൂ. ചിലർ കുത്തുമുളക് ഇടുന്നവരുണ്ടാവും, ചിലർ പച്ചമുളക് ഇടും. ഇവിടെ പൊടി മാത്രം ഇട്ടിട്ടാണ് ചെയ്യൽ. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഉള്ളി അരിഞ്ഞിട, കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മൂപ്പിച്ച് എടുക്കുക കേട്ടോ. ചെറിയ തീരിട്ട് ചെയ്താൽ മതി, പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു മുരിച്ചിൽ പോലെയാവും. അതിന് മുതിരയ്ക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം കൂടി ചെരി വെക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ അടുപ്പത്തൊക്കെ ചേരുന്നപ്പോഴേക്കും ഉള്ളിയും മുരിഞ്ഞൊക്കെ പോവും. അപ്പം അതൊക്കെ ചെയ്ത് വെക്കാനത്തോടെ തന്നെ നമ്മൾ ഉള്ളിക്കൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അധികം വേണ്ട കേട്ടോ, കുറച്ച് പാകത്തിനാണ്. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1 ടീസ്പൂണോളൊക്കെ മതിയാവും മുളക് പൊടിയാണ്. അങ്ങനെ ഇട്ടിട്ട് നാളികേരം ഇടുമ്പോൾ അറിയാം, കളറ് നോക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അധികം എരിവ് കൂടണ്ട, കുത്തെടുത്താലും ഇത്തിരി ബുദ്ധിമുട്ടല്ല കഴിക്കാനായിട്ട്. എരിവുള്ളൂ ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമില്ല. ഞാൻ എന്നാലും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ മുളക് പൊടി. എനിക്ക് മുളക് പൊടി ഇട്ട് കാച്ചാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ നാളികേരം മൂത്ത് വരുമ്പോൾ ഇത്തിരി ഉപ്പും പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലായ മുതിരയിൽ മസാല പിടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ ഉപ്പിട്ടിട്ടാണ് മുതിര വേവിക്കുന്നത്. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഈ നാളികേരം ഇങ്ങനെ മൂപ്പിക്കുന്ന സമയത്ത്. എന്നിട്ട് മുളക് പൊടി ഇട്ട് നാളികേരത്തിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പച്ചപ്പൊന്ന് നാളികേരത്തിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറാനായിട്ട്. ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച മുതിര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ഇത്തിരി ചാറ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നന്നായി മസാല പിടിക്കുമ്പോഴേക്കും പാകത്തിന് വെള്ളമായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അതാണ് ടേസ്റ്റ്. ഫുള്ള് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതെന്താണെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ മുതിരപ്പേരിയുടെ റെഡി ആയിരിക്കുകയാണ്.